ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണമൊക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നുണ്ടാവും അല്ലേ? പൂക്കളും സദ്യയും കുടുംബക്കാരും ബന്ധുക്കളും വിശേഷങ്ങളും വിരുന്നും ഗംഭീരമായ ഒരോണം എല്ലാവർക്കും ആശംസിക്കുന്നു. അതുമായിട്ട് ബന്ധമുള്ള ഒരു വിഷയമല്ല, വെറുതെ വേറെ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളായിട്ട് അല്പം സംവദിക്കാനൊരു താല്പര്യം തോന്നിയപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ ഈയിടെയായിട്ടേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കേൾക്കുന്ന കുടുംബജീവിതത്തിനിടയ്ക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ പദസമ്പത്തുകളെക്കുറിച്ച് എനിക്ക് ഭയങ്കര ദഹിക്കാത്ത ചില കൺസെപ്റ്റുകളും എന്താണെങ്കിലും നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് ഓർത്തു. അതായത് ഇപ്പോൾ യുവത്വം മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. ഉയർന്ന ജോലി, സമ്പാദ്യം, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അവരുടെ കുടുംബജീവിതത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളിലും ഏറ്റവും അധികം കടന്നുവിടുന്ന വാക്കുകൾ ഡേറ്റിംഗ്, ലിവിങ് ടുഗദർ, ബ്രേക്കപ്പ്. കേൾക്കാൻ ഒരു സുഖവും എനിക്ക് തോന്നാത്ത ചില വാക്കുകളാണിതൊക്കെ. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെന്നെ ഓരോരുത്തരെ കണ്ടുപിടിക്കണു, കൂട്ടിമുട്ടണു. ഈ മാട്രിമോണിയൽ ആപ്പുകളൊക്കെ ഇല്ലേ, മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ, അതേപോലെ ഇപ്പോൾ ഈ കമ്പനി കൂടാനും സൈറ്റുകളുണ്ട് എന്നാണ് പറയണത്. അത് കൂടെയൊക്കെ അവർ കാണുന്നു, പരിചയപ്പെടുന്നു, ഡേറ്റ് ചെയ്യണു, ഇരിക്കണു, സംസാരിക്കണു, പിന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരുമിച്ച് ജീവിച്ചു നോക്കണു, മടുക്കുമ്പോൾ ബ്രേക്കപ്പ് ആവണു. അപ്പോൾ ഇതിലാകെ കൂടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ മനസ്സ് എന്തിനും പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുക. യുവത്വത്തിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, അവർക്ക് അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ള ഒന്നുമില്ല. അങ്ങനെ ആരോടും അമിതമായ സ്നേഹമോ മമതയോ ഒന്നുമില്ല. ഈ പണ്ടൊരു ചൊല്ലു പറയില്ലേ, ഇപ്പോൾ കണ്ടോനെ അപ്പാന്ന് വിളിക്കണ പരിപാടി. അങ്ങനെ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, അടച്ചാക്ഷേപിക്കലല്ല, പൊതുവേ കാണുന്നൊരു ട്രെൻഡ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ പോയാലോ, നമ്മൾ പാരൻസ് എന്ന നിലയ്ക്ക് അത് ശരിയല്ല, അങ്ങനെ പല മുഖങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഇടം ചെറിയ ഹൃത്തിനകത്തില്ല, ഒരു മുഖത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് കുറച്ചും കൂടി ഭാവുകമാകും എന്ന് നമ്മൾ തിരുത്താൻ പോയാൽ ചിലപ്പോൾ അവരത് കേട്ടൂന്ന് വരില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കാണുന്നു. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ ഇതിനെയൊക്കെ മൂല്യബോധമുള്ള എന്ന് അവകാശപ്പെടുന്ന നമ്മൾ സനാതനധർമ്മങ്ങളുടെയും മൂല്യങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയൊക്കെ ചുവട് പിടിച്ചിട്ട് മാറ്റാനോ അല്ലെങ്കിൽ തിരുത്താനോ ഒക്കെ പോയാൽ അപ്പം നമ്മൾ ആരാവും? സംഘികളോ അതോ പുരാതന യുഗ മനുഷ്യരോ ആരൊക്കെയോ ആയി മാറും. പക്ഷേ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഈ വിഷയത്തിൽ എല്ലാവരും ഒരു സത്വര ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിൽ ഈ നല്ല വിചാരങ്ങൾ, വികാരങ്ങൾ അതൊക്കെ വരുത്തതിൻ്റെ ആവശ്യകത, എല്ലാവരുടെയും സ്നേഹം ഉൾക്കൊള്ളാനും തിരിച്ച് സ്നേഹം കൊടുക്കാനും, വേദനിപ്പിക്കുമ്പോൾ വേദനയുടെ ആഴം മനസ്സിലാക്കാനും, സ്വന്തം കാര്യത്തിലൂന്നിയ സ്വാർത്ഥമതികളാവാതിരിക്കാനും, ദയാകാരുണ്യം, സ്നേഹം, സമത്വം, സമഭാവന, എല്ലാവരെയും ചുറ്റുമുള്ളവരെയൊക്കെ നന്നായിട്ട് കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട സമയമായി എന്നാണ് തോന്നുന്നത്. എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു തലമുറ കടന്നു പോകുമ്പോൾ പരസ്പരം യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത പുതിയൊരു സമൂഹം ഉണ്ടാവില്ലേ എന്നെനിക്കൊരു ചെറിയ ആശങ്കയും പേടിയും ഉള്ളതുകൊണ്ട് ഇത്തരം ഒരു വിഷയം ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. ഇതിനുള്ള പരിഹാരം
കുറച്ച് മൂല്യബോധമുള്ള വർത്തമാനകാല ജീവിതത്തിലേക്ക് കുറച്ച് മൂല്യബോധം ആഡ് ചെയ്യുക. എന്നിട്ട് പരസ്പരം മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, കരുതലുള്ള, ദയയുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളും കുഞ്ഞുങ്ങളും പൊതുസമൂഹം മൊത്തത്തിൽ മാറുക. അതുമാത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു ചെറിയ അഭിപ്രായമാണ് കേട്ടോ. ഈ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കൂടി എന്നെ കൊല്ലാൻ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നു, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. ശുഭദിനം. ഓക്കെ പ്രിയ മിത്രങ്ങളെ, ബൈ.